നമസ്കാരം. ആരാണ് ഈ വേടൻ? വേടൻ്റെ വേട്ട ഇനി ജയിലിലോ? വേദികളിൽ യുവത്വം ആഘോഷിച്ച സംഗീതകാരൻ, റാപ്പിലൂടെ വിപ്ലവം സൃഷ്ടിച്ചവൻ, ഒടുവിൽ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. യുവത്വം ആഘോഷിക്കുന്ന വേടൻ തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് മുരളിയാണ്. തീപിടിപ്പിക്കുന്ന വരികളിൽ സ്ഫോടനാത്മക സംഗീതം നിറച്ച് വേടൻ പാടുമ്പോൾ ആനന്ദത്താൽ ആവേശത്താൽ ഇളകിമറിയുന്ന യുവത്വമാണ് ഇന്നിൻ്റെ കാഴ്ച. പരമ്പരാഗത വഴികളിൽ നിന്നും റാപ്പെന്ന കൊടുങ്കാറ്റാൽ ഗായകൻ തീർത്തത് പുതുഗീതം. പാടിയും പറഞ്ഞും ലഹരിക്കെതിരെയും നീങ്ങിയ വേടൻ ഒടുവിൽ ലഹരി വലയിൽ കുടുങ്ങിയത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് പറയാം. വേടൻ പാടി വിയർത്ത് നേടിയതാണ് നിറങ്ങൾ മങ്ങാത്ത റാപ്പിൻ്റെ വർണ്ണക്കുപ്പായം. മേനി നടിക്കുന്ന പുരോഗമന സമൂഹത്തോട് പാട്ടും പറച്ചിലുമായി കലഹിച്ച് കരുത്തുള്ള ഭാഷ, രാഷ്ട്രീയം, ചോരാത്ത വരികൾ, അങ്ങനെ ചിന്തിപ്പിക്കുന്ന സംഗീതം തന്നെ സൃഷ്ടിച്ചെടുത്തു. അടിമത്തത്തിനും വംശീയതയ്ക്കുമെതിരെ റാപ്പിലൂടെ വിപ്ലവം തീർത്ത ബോബ് മാർലിയെ പോലെ വേടൻ എന്ന ഹിരൺദാസ് മുരളിയും. തൃശ്ശൂരിലെ റെയിൽവേ കോളനിയിൽ ജാതി വിവേചനം നേരിട്ട ഒരു ബാല്യമുണ്ടായിരുന്നു. വോയിസ് ഓഫ് വോയിസ്ലെസ് ആയിരുന്നു ആദ്യ റാപ്പ് ഗാനം. വരികളിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെ പ്രതിരോധം, ഹരം കൊള്ളിക്കുന്ന താളവും സദാചാരവാദികളുടെ വാ അടപ്പിക്കുന്ന ശരീരഭാഷയും പുതുഭാവനയും കാലവും തേടുന്ന ആൾക്കൂട്ടം. വേടൻ ഓളമായി തീരുകയായിരുന്നു. റാപ്പിൻ്റെ പൊട്ടാത്ത റോപ്പുമായിട്ട് വേദികളിൽ നിന്ന് വേദികളിലേക്ക് ആ സഞ്ചാരത്തിനിടെ മീറ്റു വിഭാഗത്തിലും കുടുങ്ങി. മാപ്പ് പറഞ്ഞ് തടിയൂരി യാത്ര തുടർന്നു. പോരാടാൻ, കരുത്ത് നേടാൻ അടിസ്ഥാന വർഗത്തോട് ആവശ്യപ്പെട്ട് വാ എന്ന റാപ്പിലൂടെ മുന്നോട്ട് പോയി. എമ്പുരാൻ വിവാദമുണ്ടായപ്പോൾ വായടച്ചവരോട് ഈടിക്കെതിരെ വേടൻ നിർഭയമായി സിന്തറ്റിക് ലഹരി മാതാപിതാക്കളുടെ കണ്ണീരിന് കാരണമാകുന്നു എന്നുകൂടി വേടൻ അന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. യുവതലമുറയിലെ സ്വതന്ത്ര സംഗീതത്തിൽ ശ്രദ്ധ നേടാനാണ് അല്ലെങ്കിൽ ശ്രദ്ധേയനായനാണ് റാപ്പർ വേടൻ. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിൻ്റെ വരികൾ വേടൻ്റേതാണ്. അതുവല്ലാതെ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ആരാധക ബാഹുല്യത്താൽ വേടൻ്റെ പരിപാടികൾ പാതി വഴിയിൽ നിർത്തുന്നത് സമീപകാലത്ത് തന്നെ ഒരു പതിവ് കാഴ്ചയായി തീർന്നിരുന്നു. ലഹരി ഉപയോഗത്തിൽ വലയിലായതോടെ റാപ്പിലൂടെ വേടൻ പാടിയതിൻ്റെ നേരും പതിരും തിരയുകയാണ് ആരാധകരെന്ന്. നമുക്കറിയാം, തൃപ്പൂണിത്തുറയിലെ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ലഹരി ഉപയോഗിച്ചെന്ന് വേടൻ തന്നെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. 9.5 ലക്ഷം രൂപയും ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. വേടനെയും ഫ്ലാറ്റിലൊപ്പമുണ്ടായിരുന്നവരെയും ഒക്കെ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം ചോദ്യം ചെയ്യുകയും ചെയ്തു. കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടനെതിരെ ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ഒക്കെ ചുമത്തി പോലീസ് FIR ഇടുകയും ചെയ്തു. റാപ്പർ വേടനെ പിടികൂടിയത് കഞ്ചാവ് വലിക്കുന്നതിനിടെ ആണ് എന്നാണ് FIRൽ പറയുന്നത് പോലും. കഞ്ചാവ് പിടിക്കുവാനുള്ള ക്രഷറും ചുരുട്ടാനുള്ള പേപ്പറും ത്രാസുമടക്കം വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെടുത്തു. തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായത് എന്നാണ് FIRൽ പറയുന്നത്. വേടൻ്റെ ഫ്ലാറ്റിലെ ഹാൾ നിറയെ പുകയും രൂക്ഷഗന്ധവുമായിരുന്നുവെന്നും ബീഡിയിൽ നിറച്ചും കഞ്ചാവ് വലിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ കഞ്ചാവ് വാങ്ങിയത് ചാലക്കുടിയിലെ ആഷിക്കിൽ നിന്നാണ് എന്നാണ് FIRൽ പറയുന്ന വിവരവും. കഞ്ചാവ് കൈവശം വച്ചതിന് വേടനെയും റാപ്പ് സംഘത്തിലെ അംഗങ്ങളായിട്ടുള്ള 8 പേരെയുമാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വേടന് പുറമെ ആറന്മുള സ്വദേശിയായിട്ടുള്ള വിനായക് മോഹൻ, തിരുവനന്തപുരം കൈമനം സ്വദേശിയായിട്ടുള്ള വൈഷ്ണവ് ജി പിള്ള, അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിഘ്നേഷ് ജി പിള്ള, പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള ജാഫർ, തൃശ്ശൂർ പറളിക്കാട് സ്വദേശിയായിട്ടുള്ള കശ്യപ് ഭാസ്കർ, നോർത്ത് പറവൂർ സ്വദേശിയായിട്ടുള്ള വിഷ്ണു KV, കോട്ടയം മീനടം സ്വദേശിയായിട്ടുള്ള വിമൽ സി റോയ്, മാള സ്വദേശിയായിട്ടുള്ള ഹേമൻ VS ഇവരെയാണ് ഇതിനോടൊപ്പം അറസ്റ്റിലായത്. ഫ്ലാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും 9 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. മൊബൈൽ ഫോണുകളും അതിനോടൊപ്പം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു. അതേസമയം കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി സ്റ്റേഷൻ ജാമ്യം കിട്ടിയ റാപ്പർ വേടൻ നിലവിൽ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലുമായി. വേടൻ്റെ മാലയിൽ പുലിപ്പല്ല് കൊണ്ടുള്ള ലോക്കറ്റ് കണ്ടെടുത്തതിന് പിന്നാലെയാണ് വനം വകുപ്പിൻ്റെ ഈ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. തനിക്ക് തമിഴ്നാട്ടിൽ അവിടെ നിന്നൊരു ആരാധകൻ തന്നതാണ് ഇത് എന്നാണ് വേടൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്, ഈ പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്നാൽ ഈ കാര്യങ്ങൾ വനം വകുപ്പ് വിശദമായി അന്വേഷിക്കും. ആരാധകനിത് എവിടെ നിന്ന് ലഭിച്ചുവെന്നും മൃഗവേട്ട അടക്കം നടന്നിട്ടുണ്ടോ എന്നുമാണ് ഇനി പരിശോധിക്കേണ്ടത്. വന്യജീവിയായിട്ടുള്ള പുലിയുടെ പല്ല് കൈവശം വയ്ക്കുന്നത്
ജാമ്യമില്ലാ കുറ്റമാണ് എന്നുകൂടി പറയട്ടെ. കൂടാതെ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ആയുധങ്ങളടക്കം കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. ഫ്ലാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള രഹസ്യമായിട്ടുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡാൻസ് ഓഫ് സംഘം അവിടേക്ക് എത്തിയത്. കുറച്ച് നാളുകളായി ഈ ഹിരൺദാസ് മുരളിയുടെ ഫ്ലാറ്റ് നിരീക്ഷണത്തിലായിരുന്നു. അതേസമയം കഞ്ചാവ് പിടിച്ചെടുത്തതിന് പിന്നാലെ ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പരിപാടിയിൽ നിന്ന് വേടൻ്റെ പരിപാടി റാപ്പ് ഷോയെ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഈ സാഹചര്യത്തിലാണ്, പിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ്. ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്നും അത് ചെകുത്താനാണ് എന്നും സിന്തറ്റിക് ഡ്രഗ്സുകൾ നമ്മുടെ തലമുറയുടെ തലച്ചോറിനെ കാർന്നു തിന്നുകയാണ് എന്നുമുള്ള വേടൻ്റെ പരാമർശം അത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ദയവ് ചെയ്താരും ലഹരിക്ക് അടിമപ്പെടരുത് എന്ന് പറഞ്ഞ വേടൻ തന്നെ അവസാനം കഞ്ചാവ് കേസിൽ അകത്താകുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീപിടിപ്പിക്കുന്ന വരികളിൽ യുവത്വം ആഘോഷിച്ച വേടനെ അഴിക്കുള്ളിലാക്കിയത് ലഹരിയുടെ അമിത ഉപയോഗത്താൽ എന്നത് ആരാധകരെ വല്ലാതെ നേരറിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ നേരിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും വേടൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. ആരാണ്, ഞാൻ ആദ്യം ചോദിച്ചത്, ആരാണ് ഈ വേടൻ? വേടൻ്റെ വേട്ട എന്ന് പറയപ്പെടുന്ന ഇനി ജയിലിലേക്കാണോ എന്ന് ചോദിച്ചതും അതുകൊണ്ടാണ്. ഈ കഞ്ചാവ് ലഹരി ഉപയോഗം മാത്രമല്ല, സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും വേടൻ പലപ്പോഴും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മീറ്റൂവിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വേടനെതിരെ വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായി സ്ത്രീകളെത്തിയേക്കാം. ഈ സ്ത്രീ സൗഹൃദങ്ങളിലുള്ളവരെ തന്നെ സെക്സിന് വിധേയമാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൂടി ചേർത്തുകൊണ്ടായിരിക്കും ഇനി വരുന്ന വേടൻ്റെ കേസുകൾ മുന്നോട്ട് പോവുക എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ വേടന് നിർണായകമാവുകയാണ്. കാരണം ഇനി വരാൻ പോകുന്നത് സ്ത്രീ സൗഹൃദങ്ങളെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള വാർത്തയുമായിട്ടായിരിക്കും വേടൻ്റെ നാളുകൾ എണ്ണപ്പെടുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.